അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ഇപ്പോൾ രാവിലെ തന്നെ പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇതാ കട്ടൻ ചായ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് ലാസ്റ്റാണ് കഴിക്കാറ്. അപ്പോൾ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ എന്താ കഴിക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി വെക്കുകയാണ്. കുട്ടികൾ സ്കൂളിൽ പോയി. ചെറുത് അപ്പുറത്ത് അമ്മയുടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം എല്ലാ പണികളും ഒരുക്കുകയാണ്. അപ്പോൾ കഴിച്ച പാത്രങ്ങളും ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് കഴുകി വെച്ചു. അപ്പോൾ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനി എനിക്ക് ചോറ് വെക്കണം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അരി ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസിൽ തിളപ്പിച്ച് ചോറ് വെക്കണം. അപ്പോൾ ചോറ് പറഞ്ഞു കഴിഞ്ഞാൽ അരി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് മറ്റേ പാത്രത്തിൽ ഇറക്കി വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ അത് അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കറിയൊന്നും വെക്കണ്ട, കറി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഉച്ചയായിട്ടോ. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. ഉച്ചയ്ക്ക് ഇതാ ചെറുത് ഉറങ്ങി. അപ്പോൾ ഞാനും പിന്നെ അവളുടെ കൂടെ കിടന്ന് ഉറങ്ങി. പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ടിപ്പോൾ ഇതാ കുറച്ച് പലഹാരം ഉണ്ടാക്കാൻ വെച്ചു കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചരി അരച്ചിട്ട് ഒരു പലഹാരം പോലെ ഇങ്ങനെ ചീഞ്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയാണ്. പിന്നെ 5 മണിയായപ്പോൾ ഇതാ അടിച്ച് വാരുകയാണ്. ഇത് കഴിഞ്ഞ് വെള്ളം കോരണം, പിന്നെ വിളക്ക് കൊളുത്തണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഈവനിങ് റൂട്ടീൻ വരെ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതുവരെ നല്ല രീതിയിൽ തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളം കോരി വെച്ചു. കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ കോരിയാണ് ചെയ്യുക. അപ്പോൾ വെള്ളം എന്താ കോരി വെച്ചു. ബാക്കിയൊക്കെ മോട്ടർ ഇടും, ടാങ്കിൽ നിറച്ചിട്ടും അങ്ങനെയാണ് ചെയ്യാറ് മോട്ടറുകൾ. പിന്നെ ഇതാ വിളക്കുകൊളുത്തുകയാണ്. 6 മണിയായി. അപ്പോൾ 6 മണിയാകുമ്പോൾ ഈ വിളക്കുകൊളുത്തി. കുട്ടി അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ അമ്മയുടെ അടുത്ത് പോയി കളിക്കുകയായിരുന്നു. അപ്പോൾ അവൾ വരുമ്പോഴേക്കും എല്ലാ പണികളും ഞാൻ ചെയ്തിട്ട് ഞാൻ 6 മണിയാകുമ്പോൾ തന്നെ വിളക്ക് കൊളുത്തി. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് ഇതാ തൊഴുകയാണ്. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യണം.